ഇങ്ങോട്ടൊന്ന് പ്രപ്പോസ് ചെയ്തതോ? ലേഡീസ് ടോയ്ലറ്റ് മാറി കയറിയിട്ടുണ്ട്. പെൺകുട്ടികൾ ഇങ്ങോട്ട് വന്ന് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. നിനക്ക് ഏത് പരീക്ഷയ്ക്ക് ഫുൾ മാർക്ക് കിട്ടിയെന്ന് എനിക്ക് ഇപ്പൊ അറിയണം. ഞാൻ പറയാം, ഞാൻ പഠിച്ചു എഴുതിയ എക്സാം അല്ല. ഞാൻ ഈ നിമിഷം എന്റെ കൂട്ടുകാരൻ നിഖിലിനെ ഞാൻ ഓർക്കുകയാണ് സുഹൃത്തുക്കളെ. അവനടുത്ത് എനിക്ക് കോണ്ടാക്ട് ഒന്നുമില്ല. അവൻ നന്നായിട്ട് പഠിക്കുന്ന കൊച്ചാ. പക്ഷെ അവന്റെ കയ്യക്ഷരം കൊള്ളത്തില്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ടെ, സാധാരണ എല്ലാ പഠിക്കുന്ന പിള്ളേരുടെയും കയ്യക്ഷരം സൂപ്പർ ആയിരിക്കും. പക്ഷെ നിഖിലിന്റെ കയ്യക്ഷരം അത്ര സൂപ്പർ അല്ല. പക്ഷെ അവൻ നന്നായിട്ട് അടിപൊളിയായിട്ട് പഠിക്കും. അപ്പൊ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഫിസിക്സ് എക്സാം ഭയങ്കര ടഫായിരുന്നു. ക്ലാസ്സിൽ ആർക്കും മാർക്കില്ല. പക്ഷെ പല പഠിക്കുന്ന പിള്ളേരും കാണിച്ചു തരത്തില്ല. കാരണം അവരെ കുറ്റം പറയല്ല, അവര് കഷ്ടപ്പെട്ട് പഠിക്കുന്നത് വേറൊരാൾക്ക് കാണിച്ചു തരേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ നിഖിൽ അങ്ങനെയല്ല. ചില അത് മാലാകന്മാരെ പോലെ നമ്മൾ അടുത്തുകൊണ്ടിരുത്തുമല്ലോ. നിഖിലെ അങ്ങനെ എല്ലാവർക്കും കാണിച്ചു കൊടുക്കും. എനിക്കും കാണിച്ചു തരുമായിരുന്നു. ഞാൻ അവൻ്റെ അടുത്ത് ചെയ്യുമ്പം എനിക്ക് അവന്റെ അമ്മ അരയ്ക്കുന്ന ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ഭയങ്കര ഇപ്പോഴും ആ ചമ്മന്തി എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ അവന്റെ ചമ്മന്തി എടുക്കത്തോളായിരുന്നു. അളിയ നീ ഇപ്പോഴൊന്നും ഈ വീഡിയോ എപ്പോഴും ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എനിക്ക് നിന്റെ അനിയൻ മെസ്സേജ് അയക്കണം. നിന്റെ നമ്പരൊക്കെ അന്നോട്ടെ കണക്ഷൻ, അതായത് 10ാം ക്ലാസ് 5 തൊട്ട് 10 വരെ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് അവൻ വേറെ പോയി, ഞാനും വേറെ പോയി. പിന്നെ ഡിഗ്രി പിന്നെ കണ്ടിട്ടുമില്ല. അവന്റെ നോക്കി ഞാൻ ഫിസിക്സിന് എഴുതി. 25-നായിരുന്നു എക്സാം. അത് ക്ലാസ് ടെസ്റ്റ് ആയിരുന്നു, അങ്ങനെ വലിയ ടെസ്റ്റ് ഒന്നും അല്ല. പക്ഷെ ആ ക്ലാസ്സിൽ വേറെ ആർക്കും ഇല്ലായിരുന്നു. എനിക്കും അവനും മാത്രം. ഞാൻ എല്ലാം കോപ്പി അടിച്ചെഴുതി. ടീച്ചർ തൂക്കുകയും ചെയ്ത്. കാരണം പഠിക്കാത്ത ഞാൻ പെട്ടെന്ന് 25 മാർക്ക് വാങ്ങുമ്പോ ടീച്ചർ മനസ്സിലാവല്ലോ. പിന്നെ മാർക്ക് കൊണ്ട് എന്ത് പ്രയോജനം? ഒരു പ്രയോജനമില്ല. പറയാലോ നമ്മൾ ഫുൾ മാർക്ക് വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പം പറഞ്ഞല്ലോ. അന്ന് ഫിസിക്സിന് ക്ലാസ്സിൽ വേറെ പഠിക്കുന്ന പിള്ളേർക്ക് പോലും അത്രയും മാർക്കിലായിരുന്നു. എനിക്ക് നിഖിലിന് മാത്രമായിരുന്നു 25. അല്ല, ബോർഡ് എക്സാമിനൊക്കെ ആയിരുന്നെങ്കിൽ ഉപകാരപ്പെട്ടേനെ. ഇത് ക്ലാസ് ടെസ്റ്റിന് കോപ്പി അടിച്ചിട്ട് സാർമാരും പിള്ളേരും അറിയുകയും ചെയ്ത്. ഉളുപ്പില്ലേ? അപ്പൊ ഗേൾസ് ഇങ്ങോട്ടൊന്ന് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. അതായിരുന്നു ഈ മൂഞ്ചി കൊണ്ട് ആരെങ്കിലും വരണ്ടേ? ശരിക്കറിയത്തില്ല, അവര് കണ്ണുമുട്ടലായിരുന്നു. അപ്പൊ അടുത്ത് നീയാ ചോദിക്കാനുള്ളത്. ഞാൻ ശബരിമലയിൽ 3 വട്ടം പോയിട്ടുണ്ട്. എന്നെ പശു കുത്തിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ പെട്ടെന്ന് ദേഷ്യപ്പെടും. ഇതില് കള്ളം. പശു കുത്തിയിട്ടുണ്ട്, കള്ളം, പച്ചക്കള്ളം. ഓർപ്പിച്ചോ? ഞാൻ പെട്ടെന്ന് ദേഷ്യപ്പെടും. അത് സത്യമാ. ആരാ പറഞ്ഞ കള്ളം? ഞാൻ സമ്മതിച്ചത്. നീ ദേഷ്യപ്പെടും. ഞാൻ എന്ത് കാര്യത്തിന് ദേഷ്യം പെട്ടെന്ന് അത് ശ്രദ്ധിച്ച് വായിക്കണം. ഞാൻ പെട്ടെന്ന് ദേഷ്യപ്പെടും. ഞാൻ ഒരവസരം കൊടുക്കും. രണ്ടവസരം പശു കുത്തി കൊമ്പിലെടുത്തിട്ടുണ്ട്. അത് മൂഡ് സ്വിങ്സ് ഉള്ള പശു ആയിരുന്നു കേട്ടോ. അതിങ്ങനെ നിന്ന ടൈമില് പിന്നെ പശുവിനൊക്കെ പീരീഡ്സ് ഒക്കെ ആകത്തില്ലേ. ഞാനേ ഇതങ്ങോട്ട് അത് പ്രസവിച്ചിട്ട് അങ്ങോട്ട് നിന്ന സമയത്ത് അതിന് ഞാൻ മാറ്റിക്കെട്ടാൻ എന്തിനു പോയി. അതെന്നെ ഇങ്ങനെ കുത്തി